ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാലക്കാടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഞങ്ങൾ പാലക്കാടുള്ള കുറച്ച് ഹിഡൻ സ്പോട്ട്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതെങ്ങനെയാവുന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ കുറച്ച് അധികം അറിയപ്പെടാത്ത പാലക്കാടുള്ള കുറച്ച് സ്പോട്ട്സിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പാലക്കാടെന്നും പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഭയങ്കരമായിട്ടുള്ള ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലമല്ലേ. അപ്പം ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോവാം എന്ന് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു. അപ്പം അർജുൻ്റെ ഫ്രണ്ട് രമേഷിനെയും കൂടി ഞങ്ങൾ ഗൈഡായിട്ട് വിളിക്കുകയാണ് കേട്ടോ. രമേഷിന് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഇവിടെ അറിയാം, ഹിഡൻ സ്പോട്ട്സൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആളെയും കൂടി വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. യെസ്, രമേഷ് ഇസ് റെഡി. നമ്മൾ രമേഷിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. രമേഷ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കൂടെ വരാൻ. ഓൾറെഡി ഞങ്ങൾ രാവിലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളിനി നേരെ പോകുന്നത് നമ്മളെ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള മൈനൂർ പാലത്തിൻ്റെ അടുത്തുള്ള ഒരു കടത്തിലേക്കാണ് കേട്ടോ. കടത്തെന്ന് പറഞ്ഞാൽ നമ്മളെ തോണിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്ന ആ സംഭവത്തിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ മുന്നേ കുറച്ച് സ്പോട്ട്സൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഞങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് പെട്ടെന്ന് പോകാൻ പറ്റിയിട്ടുള്ള സ്ഥലം ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടേക്ക് തന്നെ ആദ്യം വരാം എന്ന് തീരുമാനിച്ചത്. ഇവിടെ എത്തുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇങ്ങനെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ആലൊക്കെ തൂങ്ങി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സ്പോട്ട് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്തത്. അവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു സ്പോട്ടിലേക്ക്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഫൈനലി. ഇത് ആക്ച്വലി ഭാരതപ്പുഴയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇപ്പോൾ വെള്ളമൊക്കെ ഉണ്ട്. മഴക്കാലമൊക്കെ ആയതുകൊണ്ടാണ് ഇത്ര വെള്ളം. ഇനി കുറച്ചും കൂടി മഴ പെയ്യുകയാണെങ്കിൽ നല്ലോണം വെള്ളം മുകളിലേക്ക് കയറും എന്നാണ് കേട്ടോ പറയുന്നത്. 2018 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നില്ലേ, ഫുൾ എല്ലാ സ്ഥലത്തും വെള്ളം കയറി ഭയങ്കര ബുദ്ധിമുട്ടിലായിട്ടുള്ളൊരു വെള്ളപ്പൊക്കം. ആ ടൈമിൽ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അടുത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ അലക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത് നമ്മൾ പണ്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ കാണാറില്ലേ, ഇങ്ങനെ കുളത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ പുഴയിൽ വന്നിട്ടൊക്കെ ഇങ്ങനെ അലക്കുന്നത്. അതേപോലെ ഇവിടെ അവിടെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മൾ ഉണ്ണിക്കുട്ടേട്ടൻ എത്തിയിട്ടുണ്ട്. ആ വെള്ളത്തിനെ ഇങ്ങനെ കയറിട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കരയിലേക്ക്. അതാണ് ആദ്യം ആൾ ചെയ്യുന്നത്. ആൾ ആക്ച്വലി ഞങ്ങൾ ഫോൺ ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഫോൺ ചെയ്താലേ ആൾ വരുള്ളൂ. കാരണം എപ്പോഴും ഇവിടെ ഇങ്ങനെ ആൾക്കാരൊന്നും വരാറില്ല കേട്ടോ കടത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർക്കെങ്കിലും കടത്തിൽ പോകേണ്ട ആവശ്യം വരുമ്പം ഉണ്ണിക്കുട്ടേട്ടനെ വിളിക്കും. എന്നിട്ട് ഉണ്ണിക്കുട്ടേട്ടൻ വന്ന് അവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും, അതേപോലെ പിക്കും ചെയ്യും കേട്ടോ. ഇത് ആക്ച്വലി ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ആള് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കാണാൻ വരുമ്പം അവരെ കൊണ്ടുപോകുന്നു, അങ്ങനെയൊക്കെയാണ്. അത് മാത്രമല്ല ഒരു ഫിക്സഡ് എമൗണ്ടോ റേറ്റോ ഒന്നുമില്ല കേട്ടോ നമ്മളിതിൽ കയറുന്നതിൽ. ആളെപ്പോഴും നമ്മളെ അടുത്ത് പറയാറുള്ളത് നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അത് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫിക്സഡ് റേറ്റ്, ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലും നിങ്ങളിതിനെ കാണണ്ട കേട്ടോ. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് നമ്മളെ നാട്ടിലൂടെ ഇങ്ങനെ ഒരു വെള്ളത്തിലൊക്കെ പോകുന്നൊരു ഫീലാണ് കേട്ടോ ഇതിൽ പോകുമ്പോഴത്തേക്കും. ഇനി വരുന്ന ജനറേഷനൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പം തന്നെ അവിടെ അപ്പുറത്തായിട്ടൊരു പാലം വരുന്നുണ്ട്. അപ്പോൾ ആ പാലം വന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വലി കടത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ആളുകൾക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി പാലം വഴി വന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു നിത്യവരുമാനമാണല്ലോ പോണത്. അവരുടെ ഒരു ഡെയിലി വേജസിനാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് പോകുന്നതോടുകൂടി ഈ ഒരു സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തേണ്ടി വരും. ആക്ച്വലി ഈ ഒരു തോണി ഉണ്ടല്ലോ, ഇത് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 1 ലക്ഷം രൂപ വരെ വേണം കേട്ടോ. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു തോണി കൊണ്ട് നടക്കുക. നമ്മളങ്ങനെ തോണിയിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ ഈ ചേട്ടനെ വിളിച്ചു വിട്ടോ, ഫോൺ ചെയ്തിട്ടാണ് ഏട്ടൻ വന്നത്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഏട്ടനെ ഫോൺ ചെയ്തിട്ട് വരാം, നമ്പർ ഞാൻ താഴത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ വെള്ളത്തിന് നടുക്ക് കൂടെ പോകാൻ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അധികം തിരക്കും അങ്ങനെ ഒരുപാട് ആൾക്കാർ അറിയപ്പെടാത്തൊരു സ്ഥലം അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വലുതായിട്ട് തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആ ഒരു സൈഡിലുള്ളതാണ് കുത്താമ്പള്ളി. അപ്പം ഈ ആൾക്കാർ ഡ്രസ്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കടത്ത് കയറിയിട്ട് അങ്ങോട്ട് പോകുന്ന കേട്ടോ പറയുന്നത്. അങ്ങനെ ഒരു ടീം അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർ തിരിച്ചു വരുന്നതാണ് പറയുന്നത്. ഇപ്പം ഏട്ടൻ്റെ പേരെന്താ? ഉണ്ണിക്കുട്ടൻ. ഏട്ടൻ്റെ പേരാണ് ഉണ്ണിക്കുട്ടൻ. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മളെ ഒന്ന് റൗണ്ട് അടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. നല്ല രസമുണ്ട്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. ഭയങ്കര ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്കിങ്ങനെ റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അധികം വെയിലും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല കേട്ടോ. കാരണം മഴക്കാലം ആയതുകൊണ്ട് അധികം ചൂടൊന്നുമില്ല. അപ്പോൾ ഈ ടൈമിൽ വരികയാണെങ്കിൽ കറക്റ്റായിരിക്കും. നമ്മളിപ്പോൾ കയറിയത് മൈനൂരാണ്. ഈ സൈഡ് പറയുന്നത് കുത്താമ്പള്ളിയാണ് കേട്ടോ. അത് അവിടെ നിന്ന് ഒരു കുട്ടി ഇതാ കൈ കൊണ്ട് ഹായ് കാണിക്കുന്നു. ആ ആവശ്യമുള്ള സാധനം ഈ ഒരു കടത്ത് ആൾക്ക് ആവശ്യമാണ്. എന്താ വെച്ചാൽ
സ്കൂള് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ കടത്തുമ്പോൾ വൈകുന്നേരം അപ്പൊ ഒന്ന് വെള്ളത്തിൽ പോയിട്ട് ഉത്തരം കൊണ്ടാടി അതെയോ അതിനൊക്കെ ആവശ്യമുണ്ടേ ആൾക്കാർ വെള്ളത്തിൽ പോയിട്ടല്ലോ ഉൾക്കുട്ടോ നമ്പറില് ഇപ്പൊ ഇടയിൽ ഇപ്പൊ എത്ര കുട്ടികൾ ഈടായിട്ട് കുറച്ച് കുട്ടികളാണ് ഇവിടെ ആക്ച്വലി രാവിലെ ആൾക്കാർ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഈ കടത്തിൽ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോയിട്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കടത്ത്. പിന്നെ അവിടെ ഒരു പാലം വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ശരിക്കും പറഞ്ഞാൽ ജൂണിൽ വരേണ്ട പാലമായിരുന്നു, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. എന്നാലും കുറേ ആൾക്കാർ ഈ ഒരു കടത്ത് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ചേട്ടൻ പറയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും പെട്ടാലും വിളിക്കും, അപ്പോൾ ഓടണം. പിന്നെ മരം കടത്താൻ ഇതൊക്കെ ഉണ്ട്. ഈ പുഴ പാലം വന്നാലും ഒരു പ്രശ്നമില്ല. ഇവിടെ അവിടേക്ക് പോകണം. ഒന്നുമില്ല. അതിനാണ് സ്ക്വയർ തോട്ടിയിട്ടത് വലുത്. തോട്ടി പോയ വേറെ തോട്ടിയുണ്ട്. പിന്നെ ഞാൻ എന്റെ കുട്ടിക്കാലം പറഞ്ഞ 4 പഠിക്കുമ്പോ തൊട്ടിട്ടുണ്ട് ഇവിടെ. ചെറുതാം ക്ലാസ്സിൽ പഠിക്കുന്നു. അന്ന് കഴിക്കാനൊന്നുമില്ല. പട്ടത്താളെയും കീറിയിട്ട അവസരം അമ്മ കൊടന്നാക്കും. അന്ന് വേലിയൊന്നുമില്ല. നമ്മുടെ വിചാരം സ്കൂളിലേക്ക് പോയിരുന്ന ഇവിടെ വന്ന് തോണിയിൽ വെള്ളം വെക്കും. കുറച്ച് കഴിഞ്ഞാൽ പള്ളിപ്പറ്റക്കാരാ അടുത്തായിരുന്നു ഇവിടെ. നായന്മാര് നല്ല പൈസക്കാരാ. ഇവിടെ തോണിപ്പേരൊക്കെ ഉണ്ടാവും. ചോറ് പഠിച്ചപ്പോ അവിടെ നിന്ന് ഉണ്ടോട്ടോ പറയും. അങ്ങനെ അയാളുടെ കീഴിലാ കൂടുതലെന്ന് പറഞ്ഞു. ഇവരെ കുറെ കാലം നടത്തിയിട്ടുണ്ട് ഇവിടെ. പിന്നെ അത് കഴിഞ്ഞു ഇവരായി ഈ പൊന്നേട്ടൻ. പിന്നെ അത് കഴിഞ്ഞ് മണിയേശനായി. പിന്നെ അത് കഴിഞ്ഞ് ചങ്കരേട്ടൻ. അതൊക്കെ ഇവിടെ തന്നെ. ആ പിന്നെ മീറ്റിന പൊന്നൻ. അതൊക്കെയും കഴിഞ്ഞിട്ട് പിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതിട്ട് അവര് നിർത്തി. മാറി. ഇപ്പൊ സ്കൂൾ കുട്ടികൾ തന്നെ 3 തലമുറയായിട്ട് മാറിയിട്ടുണ്ട്. അവരുടെ ഇപ്പൊ ഇങ്ങനെ കുട്ടികൾ വരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ കുട്ടികളുടെ കുട്ടികളായി അങ്ങനെ വരുന്നു. അങ്ങനെ 3 പ്രാവശ്യമായി. അങ്ങനത്തെ എത്ര അന്ന് കുത്തമ്പളിയൊക്കെ പട്ടച്ചാളയാണ്. കഞ്ഞിക്കില്ല, പാവ് കഞ്ഞി നാറിയിട്ട് നടക്കില്ല. കുറച്ച് മുമ്പേ പറഞ്ഞ പാലം ഇത് ആക്ച്വലി ഇതിൻ്റെ പണി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്യാത്തത്. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കുത്തമ്പള്ളിയിൽ നിന്ന് ഡയറക്റ്റ് ആൾക്കാർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. വന്നാലും കടത്ത് യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് തന്നെയല്ല ഉപയോഗിക്കുള്ളൂ. പിന്നെ അതൊരു പ്രത്യേക വൈബാണ്. നമ്മളിങ്ങനെ നാട്ടിൽ കൂടെ ഇങ്ങനെ പുഴേൻ്റെ നടുക്കിൽ കൂടെ പോകണത് ഒരു പ്രത്യേക രസമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ത് രസമായിട്ടുള്ള സ്ഥലമാണ്. അത്രയും അടിപൊളിയൊരു വൈബാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റാന്ന് പറയുന്നത്. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുന്നത് തന്നെ ഭയങ്കര അഭിമാനമുള്ള കാര്യമല്ല. ചേട്ടൻ പറയായിരുന്നു പെട്ടെന്ന് ആരെങ്കിലും പുഴയിലൊക്കെ പെട്ടുപോയാലൊക്കെ ചേട്ടനെയാണ് കേട്ടോ വിളിക്കുക. ആള് നമ്മളെ കുറേ നേരം ഇങ്ങനെ തോണിയിൽ കൊണ്ടുപോയിട്ടോ. ഒരറ്റം തൊട്ടിട്ട് അപ്പുറത്തെ അറ്റം വരെ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല വെയിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ആളിങ്ങനെ തണലത്ത് കൂടെ കൊണ്ടുപോകാനായിട്ട് തുടങ്ങിയിട്ടോ. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഭയങ്കര രസമായിരുന്നു. കാരണം ഫുൾ മരങ്ങളൊക്കെ അതിൻ്റെ നടുക്ക് കൂടെ നമ്മൾ പോകുന്നൊരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ ആൾ നന്നായി സംസാരിക്കും കേട്ടോ. നമ്മൾ കയറിയത് മുതൽ ആളിങ്ങനെ ഓരോരോ എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കിത് ആദ്യത്തെ കാര്യമായതുകൊണ്ട് തന്നെ ആൾ പറയുന്നതൊക്കെ ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ടായിരുന്നു ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് കേട്ടോ. നമ്മൾ പേപ്പറിലൊക്കെ വായിക്കില്ലേ ഇങ്ങനെ ഓരോരുത്തർ പുഴയിൽ പെട്ടുപോയി അങ്ങനത്തെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ന്യൂസിലൊക്കെ. ശരിക്കും അത് കണ്ടിട്ടുള്ള ആൾക്കാർ അവരുടെ അനുഭവം പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും അയ്യോ ഇങ്ങനെയൊക്കെ നടന്നോ എന്ന് നമ്മൾ ചിന്തിച്ച് പോകട്ടോ. പിന്നെ ആ തോണിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആൾ നമ്മുടെ അടുത്ത് എക്സ്പ്ലോർ ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ. വെള്ളത്തിലേക്ക് കാലിട്ട് നിൽക്കുക, അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഫോട്ടോസ് എടുക്കുക, കാര്യങ്ങളൊക്കെ ആൾ നമ്മുടെ അടുത്ത് ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഈ ഒരു പുഴേൻ്റെ നടുക്കിലായിട്ട് ഒരു പാറക്കല്ല് പോലെ ഉണ്ട് കേട്ടോ. അവിടെ കുറേ പേരിങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ കുറേ നേരം ഇരിക്കുന്നൊക്കെയാണ് കേട്ടോ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ആൾ നേരത്തെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരെ പിക്ക് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ കുത്താമ്പള്ളി കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു. ഈ കടത്തിലാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണത്. അപ്പോൾ ഇവരുടെ വീട് ആക്ച്വലി നമ്മൾ കയറിയ സ്ഥലത്താണ് ഇവരുടെ വീട്. അപ്പോൾ ഉണ്ണിക്കുട്ടേട്ടന് അവരെ പിക്ക് ചെയ്തിട്ട് സെയിം സ്ഥലത്ത് തന്നെ ഇറക്കി കൊടുക്കണം. രാവിലെ ആളിവിടെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് പോയതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവരൊരു ഹ്യൂജ് പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് അവരെയും കൂടി പിക്ക് ചെയ്തിട്ട് വരാമെന്ന്. ഇവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അവർ ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒരു ടാറ്റ ബൊബായ് സീ ഒക്കെ പറഞ്ഞു നമ്മൾ തിരിച്ച് പോവാണ്. ഇങ്ങനെ ഡെയിലി പോയി വരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചെറിയ പൈസ മാത്രമാണ് കേട്ടോ ഈ ചേട്ടൻ മേടിക്കുന്നത്. അതായത് ബസ്സിനൊക്കെ നമ്മൾ കൊടുക്കില്ലേ ആ ഒരു പൈസ മാത്രമാണ് മേടിക്കുന്നത്.
പിന്നെ അത് മാത്രമല്ല അവർക്ക് ഈ ഒരു വെള്ളത്തിൽ കൂടെ പോകണമാണ് ഏറ്റവും സുഖം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ കുറേ അധികം ചുറ്റി വളഞ്ഞിട്ട് പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള അവരുടെ വേ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഉണ്ണിക്കുട്ടേട്ടൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോളൂ, ഞാൻ വേണമെങ്കിൽ ഈ ഒരു തോണീനെ ഉന്തി നടുക്കിലേക്കാക്കി തരാം എന്ന് പറഞ്ഞു. ആദ്യം എനിക്ക് കുറച്ച് പേടിയുണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് കയറി. ഇതാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന സ്ഥലത്തേക്ക് ഈ തോണി നിൽക്കണം എന്നില്ല കേട്ടോ, ഇത് അങ്ങോട്ട് അകന്നകന്ന് പോവായിരുന്നു കേട്ടോ. ലാസ്റ്റ് ആ ചേട്ടൻ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ തോണിയൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് കരയിലേക്ക് അടുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമല്ലോ. അതുമാത്രമല്ല ഒരു എക്സ്പീരിയൻസ് അല്ലേ നമുക്കിങ്ങനെ കാണുന്നതും കയറുന്നതൊക്കെ. അങ്ങനെ ഞാൻ ധൈര്യത്തിൽ അങ്ങോട്ട് കയറി. ഈ ഒരു കയർ വെച്ചിട്ടാണ് ആൾ ഈ ഒരു കംപ്ലീറ്റ് തോണീനെ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ആൾ എന്നെ ഉന്തി അങ്ങോട്ട് നടുക്കിലേക്ക് വിട്ടു. നടുക്കിലേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരത്തേക്ക് വിട്ടു. എന്നിട്ട് ആ ഒരു കയർ വെച്ചിട്ട് ആൾ നന്നായിട്ട് കൺട്രോൾ ചെയ്തു കേട്ടോ. അതുകൊണ്ട് ആ കയറുള്ളത് കൊണ്ട് തന്നെ ഇതിങ്ങനെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സുഖമാണ്. അങ്ങനെ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ഈ ഒരു തോണിയിലിരുന്നു. കുറച്ച് ടൈമിന് ശേഷം നമ്മൾ ഉണ്ണിക്കുട്ടേട്ടൻ്റെ അടുത്ത് ടാറ്റ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഒറ്റപ്പാലത്ത് നല്ല അടിപൊളി സർബത്ത് കിട്ടുന്ന കട ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴയ ഒരു ലക്ഷ്മി തിയേറ്റർ ഉണ്ട് കേട്ടോ അവിടെ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു കട വരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ കാറൊക്കെ നിർത്തി അവിടെ പോയിട്ട് സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് ഒരുപാട് പേരിങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കടേനെ പറ്റിയിട്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് വരാം എന്ന് വിചാരിച്ചത്. അത് മാത്രമല്ല നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ ഒരു പുഴേൻ്റെ നടുക്കിലെത്തിയപ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു സർബത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന്. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് കേട്ടോ. അങ്ങനെ ആ ചേട്ടൻ നമുക്ക് 2 സർബത്ത് തന്നു. സർബത്തിനൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാനത് കുടിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് പോലെ തോന്നി. ഞാൻ ഇതുവരെ കുടിച്ച സർബത്തിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു സർബത്ത്. ഇവിടെ പല ടൈപ്പ് സർബത്ത് ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഞങ്ങളെല്ലാവരും നോർമൽ സർബത്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അർജു മാത്രം ചില്ലി ഇട്ടിട്ടുള്ള സർബത്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മളെ പച്ചമുളക് ഇട്ടിട്ടുള്ള സർബത്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കൊക്കെ നോർമലായിട്ടുള്ള സർബത്താണ് പറഞ്ഞത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ, ഭയങ്കര തരിപ്പുള്ള പോലത്തെ ഒരു സർബത്തെ. അപ്പോഴാണ് ആ ചേട്ടൻ നമ്മളെടുത്ത് ഈ സർബത്തിൻ്റെ കഥ പറഞ്ഞത്. ആക്ച്വലി ഈ ചേട്ടനാണ് സർബത്തിൻ്റെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഇതിവിടെ വിൽക്കുന്നത്. സാധാരണ എല്ലാവരും കുപ്പിയിലാക്കിയിട്ടുള്ള സർബത്ത് വാങ്ങിച്ച് ഇതിൽ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ചേട്ടൻ വീട്ടിൽ നിന്ന് പൊടിച്ചുണ്ടാക്കുന്ന സംഭവം. ഇതിൽ കുറേ അധികം കൂട്ടുകളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് ഇഞ്ചി, പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ബിസിനസ് കുറച്ച് ഡള്ളാണ്, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ആൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു കേട്ടോ. പിന്നെ ആ ചേട്ടൻ്റെ കൂടെ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ഓരോന്നൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യായിരുന്നു. ചേട്ടൻ്റെ കട ഒരുപാട് പേര് വന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് ഇവിടെ സർബത്ത് കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ ചേട്ടൻ ആ ഒരു ലക്ഷ്മി തിയേറ്ററിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവിടെ ആദ്യം ഇറങ്ങിയ സിനിമ ഏതാ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആൾക്ക് ഭയങ്കര ഓർമ്മയായിരുന്നേ. ആദ്യം അത് ഇറങ്ങിയ വർഷം ഏതാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിങ്ങനെ കുറേ ആളുകൾ കൂടെ സംസാരിക്കുമ്പോഴത്തേക്കും നമുക്കും കുറേ അധികം നോളേജ് കിട്ടും. അതുമാത്രമല്ല അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലൈഫ് ലെസൺസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പണ്ടൊന്നും ഒട്ടും സംസാരിക്കാത്ത ഒരാളായിരുന്നു. ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ള, ആരെ കണ്ടാലും റൂമിൽ പോയി വാതിലടച്ചിരിക്കുന്നൊരു സ്വഭാവമുള്ള ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങളും വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളതും പിന്നെ ഈ ലൈഫ് നമുക്ക് നന്നതിന് ദൈവത്തിനടുത്ത് നമ്മൾ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കണം എന്നുള്ളതും എനിക്ക് മനസ്സിലായത് കേട്ടോ. പിന്നെ അവിടെ സർബത്തൊക്കെ കുറിച്ച് നമ്മൾ ഇറങ്ങി ചേട്ടൻ്റെ അടുത്തുനിന്ന് തിരിച്ച് പോന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമായിരുന്നു, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പാടം, അതേപോലെ പുഴകൾ, കടത്ത്, ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെ ഭയങ്കര ഭംഗിയല്ലേ. നമ്മളങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. എനിക്ക് ആ സ്ഥലം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയില്ലേ മമ്മൂട്ടീൻ്റെ വെണ്ണില ചന്ദനക്കിണ്ണം എന്ന് പറഞ്ഞ പാട്ടിലെ ആ സിനിമയിലെ ലൊക്കേഷൻ പോലെ ഫീൽ ചെയ്തിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. നമുക്ക് വെറുതെ തന്നെ ഇങ്ങനെ അവിടെ പോയി ഇരിക്കാനൊക്കെ ഒരു
പ്രത്യേക രസമായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ആ ചേട്ടനാണെങ്കിലും കുറേ നേരം നമ്മളെ അടുത്ത് സംസാരിച്ചു. ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. കുറേ നേരം സംസാരിച്ചു, കുറേ കഥകളൊക്കെ പറഞ്ഞു, അവിടെ ഇങ്ങനെ വന്ന് പെട്ടുപോയിട്ടുള്ള ആൾക്കാരെ കഥകളൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആൾ കുറേ കാലങ്ങളായിട്ട് 4ാം ക്ലാസ് മുതൽ ഈ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളടുത്ത് ഷെയർ ചെയ്യാനും കുറേ കഥകൾ പറയാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾ ആ ചെറിയ പ്രായം തൊട്ട് എങ്ങനെയാണ് ആൾ ജീവിച്ച് വളർന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ആൾ അനുഭവിച്ചു ജീവിതത്തിൽ, അങ്ങനത്തെ ഒരുപാട് കഥകൾ നമ്മളടുത്ത് ഷെയർ ചെയ്തു കേട്ടോ. ഭയങ്കര നല്ലതായിട്ട് തോന്നി എനിക്ക്. നമ്മൾ പറയില്ല, നമ്മൾ പുതിയ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പുതിയത് പഠിക്കും എന്ന് പറയില്ല, അങ്ങനെ ഒരു പഠിക്കാൻ പറ്റിയൊരു മനുഷ്യനായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ് എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ താഴത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ലൊക്കേഷനൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട്. ലൊക്കേഷൻ ഞാൻ താഴത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആളുടെ നമ്പറും കൊടുക്കാം കേട്ടോ. പിന്നെ ആളുടെ ജീവിത വരുമാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജോലിയാണ്. അപ്പം ഈ ചില ആൾക്കാരൊക്കെ വന്നിട്ട് ആൾ പറയുമായിരുന്നു, ചില ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ ആളുടെ അടുത്ത് കുറേ നേരം സംസാരിച്ച് അവരിങ്ങനെ ഈ തോണിയിലൊക്കെ കയറിപ്പോയി പൈസയൊക്കെ കൊടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ താഴത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ നമ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആളെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാം കേട്ടോ. സോ ബൈ.